बोलो। आज हमारा लास्ट डे है, ठीक है ना? आज है? हाँ आज है? हाँ आपको लास्ट डे है ना? हाँ। उसके बाद आप फिर भी चलेगा फिनर में चलेगा। शाम को हम दूसरा ग्रुप में होगा, आप दूसरा ग्रुप में होगा। मालूम है, वो बोल दिया पहले। शाम को याद दिलाने। ये जूता ना वहाँ नहीं चलेगा। हैं? ये जूता नहीं चलेगा। क्या? ये फट जाएगा। हाँ ये घर लगा के जाओ। हाँ मेरे को शाम को बोलना, मैं दे दूँगा। ओके ठीक है। मैं जाएगा। डायरेक्ट है ना? कितना किलोमीटर होगा? ये कुछ 60 किलोमीटर कच्चा हो, उसके बाद ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് സോമോരൂര് ലേക്കിൽ നിന്നും സർച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ്. സർച്ചു എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരിൻ്റെയും അതിർത്തിയായിട്ട് വരും സർച്ചു എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കെല്ലാവർക്കും അറിയാം, സോമോരൂർ ലേക്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് എത്തിയത്. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം രാവിലെ എണീക്കാനും അതുപോലെ തന്നെ ലേറ്റായി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആവുകയാണ് ചെയ്തത്. സോമോരൂർ ലേക്കിൽ ജസ്റ്റ് ഒന്ന് പോയി അവിടുത്തെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റി. അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, കാരണം അതൊരു വിജനമായ ഒരു സ്ഥലമാണ്. അവിടുത്തെ ലേക്കിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അത് നന്നായിട്ട് കണ്ടു. അതിൻ്റെ അടുത്തുള്ള കുറച്ച് കുന്നുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയതിനു ശേഷം സർച്ചുവിലേക്കാണ് യാത്ര തിരിച്ചത്. സർച്ചുവിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി വളരെയധികം വ്യത്യാസമാണ്. കാരണം ഇതുവരെ യാത്ര ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെയും ഇല്ലെങ്കിൽ ആ പർവ്വതനിരയെ കണ്ടിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അധികം പരന്ന ഭൂപ്രദേശമായിരിക്കും. ഈ ലേ ട്രിപ്പിൽ തന്നെ ജനവാസ മേഖലകൾ അധികവും കുറവായിരുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ദ്രാസ് വില്ലേജിലും അതേപോലെ തന്നെ കാർഗിലും പിന്നെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം ജനവാസ മേഖലകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമൊക്കെ ജനവാസം ഇല്ലാത്ത കുറേ പ്രദേശങ്ങളാണ്. അപ്പോൾ പാങ്കോങ് ലേക്ക് ആണെങ്കിലും അതെ, സോമോരൂർ ലേക്ക് ആണെങ്കിലും അതെ, ജനവാസം കുറവായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ജനവാസം കണ്ട ഒരു മേഖലയിൽ കൂടെയാണ് ഈ സർച്ചുവിലേക്കുള്ള റോഡ്. ഈ സോമോരൂരിൽ നിന്ന് ഈ സർച്ചുവിലേക്ക് പോകുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനോ അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന അനുഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ ഭൂപ്രദേശമാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതുവരെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, കുറച്ച് വരണ്ട പ്രദേശം ഇല്ലെങ്കിൽ കുറച്ച് വലിയ വലിയ പർവ്വതനിരകളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടിട്ട് ഇല്ലെങ്കിൽ ചലഞ്ചിങ് ആയ റൂട്ടൊന്നുമില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം സ്ലിപ്പാവാൻ സാധ്യത കൂടുതലുള്ള റോഡാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് റോഡെന്ന് പറയാൻ പറ്റുള്ളൂ, ചില സ്ഥലങ്ങളിൽ മൺപാതയായിരിക്കും, ചില സമയത്ത് ചിരളൊക്കെ ഉള്ള വലിയ വലിയ ചിരളുകളുള്ള ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സ്ലോയിലൊക്കെ പോകേണ്ടി വരും. സർച്ചുവിലേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നേ ഒരു ചെറിയൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു മാത്രം, അത് കുറച്ച് ടഫായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ പഴയതും പുതിയതുമായ കുറച്ച് വീടുകളൊക്കെ കാണാൻ സാധിച്ചു. ഈ വീടുകൾക്ക് ശേഷം ചെറിയൊരു സ്കൂളും കാണാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു സ്കൂളായി തോന്നി.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ റൂട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങൾ തീരെയില്ല. വരികയാണെങ്കിലും ആർമി വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് എതിരായിട്ട് വരുന്നുള്ളൂ. സഞ്ചാരികൾ മാത്രമായിരിക്കും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതും പൊതുവെ കുറവായിരിക്കും. ഏകദേശം ജമ്മൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം 10ാമത്തെ ദിവസമായിരുന്നു ഈ ദിവസം സർച്ചുവിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ അതുവരേക്കുള്ള യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. കാരണം ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സ്റ്റേറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം ഈ ജമ്മു മുതൽ ജമ്മു, പാട്നി ടോപ്പ്, ശ്രീനഗർ, ഗുൽമാർഗ്, അതിനുശേഷം തിരിച്ച് സോനാമാർഗ്, കാർഗിൽ, ലേ, അവിടുന്ന് നുബ്ര വാലി, പാങ്കോങ് ലേക്ക്, സോമോർ ലേക്ക് ഏകദേശം മാക്സിമം സ്ഥലം കണ്ടിട്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് നേരെ തിരിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്. നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ 2-3 റോഡൊക്കെ ഉണ്ടായിരിക്കാം. ഈ ആർമിക്കാരുടെ വാഹനങ്ങൾ സുഖമായിട്ട് കടന്നു പോകാൻ വേണ്ടി ചരൽക്കല്ലുകളൊക്കെ ആയിട്ടുള്ള റോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ ബൈക്ക് പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതിന് സമാന്തരമായിട്ട് അപ്പുറത്തൊരു മൺപാതയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ പോവാം. അപ്പോൾ അങ്ങനെ 1, 2, 3 റോഡുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും വഴി തെറ്റിപ്പോയാലൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഓരോ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഇത് സർച്ചുവിലേക്കുള്ള റോഡ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണോ അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള റോഡിലെ ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നതൊക്കെ. എപ്പോഴെങ്കിലും മനുഷ്യന്മാരെ കാണുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചോദിച്ചിട്ടാണ് പോകാറൊക്കെ. അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ എവിടുന്ന് വഴി തെറ്റിയെന്ന് കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം റോഡുകളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ പോയിരുന്നൊക്കെ. भैया सरचू का रास्ता ये है ना? ये कितना किलोमीटर हो? 20 किलोमीटर 20 किलोमीटर। சுற்றமும் முற்றமும் யாருமே இன்றி வாழ்ந்திடும் வீட்டினில் தெய்வமில்ல. பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கை இல்ல. பிரிந்தே நாம் வாழ்கின்ற போதிலும் நினைவுகள் நம்மை சேர்த்திடுமே. அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீரெத்திடுமே. இன்னும் ஒரு ஜென்மம் அது கிடைத்தாலும் கூட இதுபோல் ஒரு சொந்தம் கிடைத்திடுமாம் வரம் தேவையே. അപ്പോൾ ഈ ട്രിപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഈ കുട്ടികളെ കാണുക, അല്ലെങ്കിൽ അവർക്ക് കൈ കൊടുക്കുക എന്നുള്ളതൊക്കെ. ഇത് സാധിക്കുന്നൊന്നും കരുതിയിട്ടുണ്ടായില്ല. അവരായിട്ട് മുന്നോട്ട് നമ്മൾ അവരെ കണ്ടതുപോലുമില്ല. അവർ ഈ ബുള്ളറ്റിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വാഹനങ്ങളുടെ സൗണ്ടോ കേൾക്കുമ്പോൾ അവർ മുന്നോട്ട് വന്ന് കൈ കാണിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. അതിനുശേഷം കുറച്ച് സമയമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെക്കുറിച്ചും. അവർ ആ ഒറ്റപ്പെട്ട ജീവിതമാണ്. കാരണം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്ങനെ വരുമാന മാർഗം എന്നും കൂടി അറിയില്ല. കൃഷി മാത്രമായിരിക്കും. കാരണം വളരെയധികം ദൂരത്താണ്, ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. കന്നുകാലികൾ അല്ലെങ്കിൽ അവരുടേതായ കൃഷി രീതികളൊക്കെ ആയിരിക്കും അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ തട്ടുകട പോലുള്ള ഹോട്ടൽ, അതായത് ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സഞ്ചാരികളിൽ നിന്നുള്ള വരുമാനം കൂടി അവർക്കുണ്ടായിരിക്കാം. അങ്ങനെയാണ് അവരുടെ ജീവിതങ്ങളൊക്കെ.
പൊന്നിൻ കണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരവളെ കനവിലോ കുളിരുമായി വിരിയുമേ മുഖമിനെ മഷി തൊടാൻ മിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ പട്ടു തെന്നൽ മില്ലേ തൊട്ടൊരുമ്മി പോകേ പൊട്ടണിഞ്ഞു നിൽക്കും മുട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നൽകും നാളെ സ്വർഗം തന്നിരിയേ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞിരുന്നു വെള്ളിത്തേര് വിണ്ണിൽ പോലും മേഘത്തെല്ലാം പൊഴിയാതെ അപ്പോൾ ഇന്നത്തെ യാത്ര ഈ ഒരു എപ്പിസോഡിലെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ സർച്ചുവിൽ നിന്ന് കെയിലോങ്ങിലേക്കുള്ള യാത്രയാണ്. അതൊരു ചെറിയൊരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. താങ്ക് യു.